നമസ്കാരം. സംസ്ഥാനത്തെ 14,183 റേഷൻ കടകളിൽ 14,132 കടകളും 2 ദിവസം അടഞ്ഞുകിടന്നു. മന്ത്രിതല സമിതി ചർച്ച നടത്തിയിട്ടും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത് 51 കട ഉടമകളെ മാത്രമാണ്. 10,000-ലേറെ റേഷൻ കടകൾ അടഞ്ഞു കിടക്കുക എന്നാൽ 94 ലക്ഷം കുടുംബങ്ങളിലേക്കുള്ള അരിവരവ് തടസ്സപ്പെടുക എന്നാണ്. സമരം നടത്തിയ കട ഉടമകളിൽ CPIM-ഉമായും കോൺഗ്രസുമായും BJP-യുമായും സഹകരിക്കുന്നവരുണ്ട്. അതിൽ രാഷ്ട്രീയമില്ല എന്നർത്ഥം. സമരം ഉദ്ഘാടനം ചെയ്തത് 1ാം പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിയായിരുന്ന TP രാമകൃഷ്ണൻ MLA ആണ്. എന്താണ് കേരളത്തിലെ റേഷൻ വിതരണ ശൃംഖല നേരിടുന്ന ഇത്ര അതീവ ഗുരുതരമായ ആ പ്രശ്നം? പണം റേഷൻ കടകളിൽ മാത്രമല്ല, വിതരണം ചെയ്യുന്ന മേഖലകളിൽ മുതൽ എത്തുന്നില്ല എന്നതാണ് അതീവ ഗുരുതര പ്രശ്നം. FC ഗോഡൌണുകളിൽ നിന്ന് ഡിപ്പോകളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിന് വിട്ടെടുപ്പ് എന്നാണ് വിളിപ്പേര്. ഈ വിട്ടെടുപ്പ് കരാറുകാർക്ക് മെയ് ജൂൺ മാസത്തെ തുക നൽകിയിട്ടില്ല. ദിവസവും 1 ലിറ്ററിന് 94 രൂപ 80 പൈസ വീതം മുടക്കി ഡീസൽ അടിച്ച് 100 കിലോമീറ്ററിലേറെ ഓടുന്ന വണ്ടികളാണ്. ഡ്രൈവറുടെ കൂലിയും മറ്റു ചെലവുകളുമുണ്ട്. അത് കിട്ടുന്നില്ല. ഇത് കഴിഞ്ഞാൽ FC ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് ഉൽപ്പന്നം എത്തിക്കുന്ന കോൺട്രാക്ടർമാരുണ്ട്. അവർക്കും മെയ്യിലെയും ജൂണിലെയും തുക കിട്ടിയിട്ടില്ല. ഇതിനു പുറമെയാണ് റേഷൻ കട ഉടമകൾ ഉന്നയിക്കുന്ന പ്രശ്നം. വാതിൽപ്പുറ വിതരണത്തിൽ മാത്രമല്ല, വാതിലിനകത്തും അതീവ ഗുരുതരമാണ് കാര്യങ്ങൾ. 45 ക്വിന്റലിൽ കൂടുതൽ അരി വിതരണം ചെയ്യുന്ന റേഷൻ കടയിൽ 18,000 രൂപയാണ് മാസം ലഭിക്കുന്ന ശരാശരി കമ്മീഷൻ. ഈ 18,000 രൂപയിൽ കടവാടക ഇനത്തിൽ സർക്കാർ കണക്കനുസരിച്ച് തന്നെ ഗ്രാമങ്ങളിൽ 2,750 രൂപയും നഗരങ്ങളിൽ 3,500 രൂപയും. വൈദ്യുതിക്ക് സർക്കാർ വകയിരുത്തുന്നത് 200 രൂപ. സഹായിക്ക് നഗരത്തിൽ 5,550 രൂപയും ഗ്രാമത്തിൽ 4,625 രൂപയും. സൂക്ഷിച്ചു വയ്ക്കാനുള്ള മറ്റു ചെലവുകൾ ഇതിനു പുറമേയുണ്ട്. ഇത്രയെല്ലാം കഴിഞ്ഞാൽ റേഷൻ കട നടത്തുന്ന ഉടമയ്ക്ക് ഹെൽപ്പർക്ക് നൽകുന്നത്ര തുക പോലും ബാക്കി കിട്ടുന്നില്ല എന്നാണ് കട ഉടമകൾ പറയുന്നത്. സർക്കാർ പറയുന്നതിൻ്റെ ഇരട്ടി വാടക നൽകിയാണ് പല കടകളും പ്രവർത്തിക്കുന്നത്. കേൾക്കുമ്പോൾ തീർത്തും ന്യായമായ ആവശ്യമാണ്. അതുകൊണ്ടാണ് CITU അഫിലിയേഷനുള്ള സംഘടനകൾ വരെ സമരത്തിനിറങ്ങിയത്. പക്ഷേ ഈ പ്രശ്നം പരിഹരിച്ചാൽ മാത്രം പൊതുവിതരണ രംഗം നന്നാകുമോ? സപ്ലൈകോ വഴി കിലോയ്ക്ക് 28 രൂപ 35 പൈസയ്ക്കാണ് പഞ്ചസാര വിൽക്കുക എന്ന് ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പൊതുവിപണിയിൽ 43 രൂപ 71 പൈസയാണ് ശരാശരി വിലയെന്നും 15 രൂപ 36 പൈസ കുറച്ചാണ് വിൽപ്പനയെന്നുമാണ് വിശദീകരണം. പഞ്ചസാരയുടെ വിൽപ്പന വില 22 രൂപയിൽ നിന്ന് 28 രൂപ 35 പൈസയാക്കുമ്പോൾ പറഞ്ഞത് ഇനി തടസ്സമില്ലാതെ ലഭ്യമാക്കാനാണ് വില വർധന എന്നാണ്. എന്നാൽ വില കൂട്ടിയിട്ടും പഞ്ചസാര എത്ര വിൽപ്പനശാലകളിൽ എത്തി? ഒരിടത്തും എത്തിയില്ല. കുടിശ്ശിക കിട്ടാത്ത വിതരണക്കാർ പൂർണ്ണമായും ടെൻഡറിൽ നിന്ന് വിട്ടുനിന്നു. ജൂണിൽ വളരെ കുറഞ്ഞ തോതിൽ മാത്രം പഞ്ചസാര എത്തി. ഇപ്പോൾ അതുമില്ല. അപ്പോൾ റൈസോ? ജയ അരിക്ക് കിലോയ്ക്ക് 29, മട്ട അരിക്ക് കിലോയ്ക്ക് 30. ഭാരത് റൈസ് 29 രൂപയ്ക്ക് കേന്ദ്ര സർക്കാർ തൃശ്ശൂരിൽ വ്യാപകമായി വിറ്റപ്പോൾ കേരളം പ്രഖ്യാപിച്ചതാണ് റൈസ്. തൃശ്ശൂർ സീറ്റും പോയി. ഇപ്പോൾ ചെന്നു കൊണ്ടുവന്ന ഭാരത് റൈസുമില്ല. നിന്നു തുടങ്ങിയ റൈസും കിട്ടാനില്ല. ഭാരത് റൈസിനി എന്ന് എത്തിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി പോലും പാർലമെന്റിൽ വ്യക്തമായ ഉത്തരം പറഞ്ഞില്ല. റൈസ് വരണമെങ്കിൽ കരാറുകാർ ടെൻഡറിന് തയ്യാറാകണം. കാശു കിട്ടാത്ത ഈ പരിപാടിക്ക് വരാനില്ലെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഗതിയില്ലാത്ത ജനം ഒന്നുകിൽ പൊതുവിപണിയിൽ ഇറങ്ങി 52 രൂപയ്ക്ക് മട്ട അരി വാങ്ങണം, അല്ലെങ്കിൽ റേഷൻ കടയിൽ പോകാമെന്ന് വച്ചാൽ ഒന്നുകിൽ സമരം, അല്ലെങ്കിൽ ഈ പുസ്തകര. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 2016-17 സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിനായി ചെലവഴിച്ചത് 431.6 കോടി രൂപയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം അഥവാ 2023-24 ചെലവഴിച്ചത്
346 കോടി രൂപ മാത്രവും. 2018 മുതൽ 2022 വരെയുള്ള വർഷങ്ങളിൽ 202 കോടി രൂപയിലേക്ക് വരെ ഈ തുക താഴ്ന്നു. സപ്ലൈകോയുടെ റാക്കുകൾ എങ്ങനെ കാലിയാകുന്നു എന്നറിയാൻ ഇതിലും വലിയ കണക്ക് ആവശ്യമില്ല. പ്രശ്നം പരിഹരിക്കാൻ ഇനി എവിടെ നിന്നാണ് പണം വരേണ്ടത്? FC ഗോഡൌൺ മുതൽ റേഷൻ കട വരെയുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് ഇതുവരെ പറഞ്ഞതെങ്കിൽ അതിനു പിന്നിലേക്കും അതീവ ഗുരുതരമാണ് കാര്യങ്ങൾ. റേഷൻ കടയിൽ എത്തുന്ന ചുവന്ന മട്ടയരിക്ക് ഒരു ഉൽപാദന ചക്രമുണ്ട്. കേരളത്തിലെ കർഷകരിൽ നിന്ന് വാങ്ങുന്ന നെല്ല് മില്ലുകൾ കുത്തി പൊതുവിതരണ സംവിധാനത്തിലേക്ക് തിരികെ നൽകുന്നതാണ് അത്. കഴിഞ്ഞ വർഷം 61,519 കർഷകരിൽ നിന്ന് 1,54,000 ടൺ നെൽ സംഭരിച്ചു. ഇതിൽ കേന്ദ്ര വിഹിതം 21 രൂപ 83 പൈസയും സംസ്ഥാന വിഹിതം 6 രൂപ 37 പൈസയുമാണ്. ഈ വർഷം ഇതുവരെ 376 കോടി രൂപയുടെ ബില്ല് കേന്ദ്രത്തിന് കൊടുത്തു. അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല. കഴിഞ്ഞ 2 വർഷങ്ങളിലും പരിധിയിൽ കൂടുതൽ സംഭരിച്ചതിനാൽ 550 കോടിയിലേറെ രൂപ കേന്ദ്രം അനുവദിച്ചിട്ടില്ല. പരിധിയിൽ കൂടുതൽ സംഭരിക്കുന്നത് ഇവിടെയുള്ള കർഷകരുടെ സമ്മർദ്ദം മൂലമാണ്. അത് സംഭരിക്കാതിരുന്നാൽ വരമ്പിലിരുന്ന് നെല്ല് മുള പൊട്ടി പാഴാകും. 2018 മുതലുള്ള വർഷം ഓഡിറ്റഡ് കണക്ക് കൊടുക്കാത്തതിനാൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്ത 100 കോടി രൂപ വേറെയുമുണ്ട്. എല്ലാം ചേർത്ത് 1000 കോടി രൂപ കേന്ദ്രം നൽകാനുണ്ടെന്നാണ് സംസ്ഥാനത്തിന്റെ കണക്ക്. അതും സംസ്ഥാനത്തിന്റെ സാമൂഹിക ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും റേഷൻ കടകൾ അടച്ചിടുന്നതിനുള്ള ന്യായീകരണമല്ല. കാരണം ജനസംഖ്യയുടെ പകുതിയും ആ അരി കിട്ടുന്നത് കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ്. സർക്കാരോ സർക്കാർ ജീവനക്കാരോ അല്ല. ഈ ജനതയാണ് ആത്യന്തികമായി മുണ്ടുമുറുക്കി ഉടുക്കേണ്ടി വരുന്നത്. ഇനി സ്പോട്ട്ലൈറ്റ് മറ്റൊരു വിഷയവുമായി നാളെ. നമസ്കാരം.